ഇപ്പം നിസാം ബഷീർ എന്ന് പറയുന്ന ഒരാൾ നല്ല അവൻ്റെ കെട്ടിയോളാരുടെ മാലയിൽ ഒരു ഡോക്ടറിൻ്റെ വേഷത്തിന് ഒരു ദിവസം കാസ്റ്റ് ചെയ്ത് മഴയായിരുന്നു തിരിച്ചു പറഞ്ഞു വിട്ടിട്ട് പിന്നെയും 1 മാസം കഴിഞ്ഞ് വീണ്ടും വിളിച്ച് അതേ റോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിഷ്ടമുള്ള കുറേ സംവിധായകരുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമേ ഇവർക്കൊക്കെ എന്നെ പോലെ ഒരു ക്യാരക്ടറിനെ ആവശ്യം വരണേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും. അല്ലാതെ ചോദിക്കുന്നത് തെറ്റല്ലേ? കാരണം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൾക്കാരുടെ മുഖം ഒരാളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ FIR മനു ആനന്ദ് വർക്ക് ചെയ്തു. മനുവിൻ്റെ അടുത്ത പടം മിസ്റ്റർ എക്സിൽ എനിക്കൊരു ക്യാരക്ടർ എനിക്ക് വേണ്ടി എഴുതി. അപ്പം ഞാനത് മനു അയച്ചതപ്പോൾ ഞാൻ ചോദിച്ചു, മനു ഇത് എനിക്ക് വേണ്ടി എഴുതിയതാണോ? ആ ചേച്ചി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന്. അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ക്യാരക്ടറിന് വേണ്ടി. സിനിമയ്ക്ക് ആവശ്യമുള്ളവരെ മാത്രം വെച്ച് അഭിനയിച്ചാൽ മതി, അതിന് ആവശ്യമില്ല. ചുമ്മാ എനിക്ക് മനസ്സിലായി ഇത് തിരികെ കയറ്റിയിരിക്കുകയാണെന്ന്. അപ്പോൾ ചേച്ചി യു ആർ വെരി ലക്കി വരണം. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ലക്കൊന്നും വേണ്ട, അതൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റും, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ളവരെ മതി സിനിമയ്ക്ക്. നമ്മൾ സൗഹൃദത്തിന് പുറത്ത് കാസ്റ്റ് ചെയ്യാനേ പാടില്ല, പാളിപ്പോവും. അമൽ സാർ എപ്പോഴും അമൽ സാറിൻ്റെ ലാസ്റ്റ് പടത്തിൽ ചേച്ചിക്ക് വേഷമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനാ എന്നോടത് പറയുന്നത്? എന്നോട് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നാലേ നമ്മളും ശോഭിക്കൂ, സിനിമയും ശോഭിക്കുള്ളൂ. അങ്ങനെ എല്ലാ സിനിമയിലും അഭിനയിക്കാൻ അങ്ങനെയല്ല കാസ്റ്റിംഗ് നടക്കേണ്ടത്. നമ്മളെയും മടുക്കും അവരെയും മടുക്കും. നമുക്ക് ചേരാത്തൊരു കഥാപാത്രം നമ്മൾ ചെയ്തോ ആൾക്കാർക്ക് നമ്മളെയോട് ഭയങ്കര അരോചകമായിട്ട് തോന്നും. അപ്പോൾ കാസ്റ്റിംഗ് പക്കയാണെങ്കിൽ മാത്രമേ, അതാണ് ഈ മഞ്ഞുമൽ ബോയ്സ് ആവേശമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ കാസ്റ്റിംഗ് പക്കയാണ്. അതിനകത്ത് ശ്രീനാഥ് ഭാസിയുടെ മഞ്ഞുമൽ ബോയ്സിൽ റിനിയാണ് അതിനകത്ത് അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. റിനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ത്രീയല്ല വെക്കേണ്ടത്. ആ ക്യാരക്ടറിന് പറ്റുന്ന ഡയറക്ടറിന് തോന്നുന്ന ഒരു മനസ്സ്. ഞാൻ അഭിനയിച്ച അനുഗ്രഹീതനായിട്ട് അഭിനയിക്കാൻ പോയി. അപ്പോൾ അതിനകത്ത് പ്രിൻസ് ജോയ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പ്രിൻസ് ഭയങ്കര മിടുക്കരാണ്. പ്രിൻസ് അഭിനയിക്കാൻ വന്നപ്പം ഞാൻ ആരാ ഡയറക്ടറായിട്ട് സാറിന് കാസ്റ്റ് ചെയ്ത്, ഇതിപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ച ഇപ്പം ഡയറക്ടർ ആരാന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പ്രിൻസ്. അയ്യോ പ്രിൻസാണ് ഡയറക്ടർ. പ്രിൻസ് അയ്യോ പ്രിൻസ് ഞാനല്ലല്ലേ ഇതിനകത്ത് അഭിനയിക്കേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ പ്രിൻസും ഞാൻ ചോദിച്ചു അയ്യോ എന്തിനാ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ വരത്തില്ലായിരുന്നല്ലോ. അപ്പോൾ പ്രിൻസിന് അതിന് മുമ്പുള്ളൊരു സിനിമയിൽ ഒരു റാഹേൽ മാലാഖ എന്ന് പറഞ്ഞ് പ്രിൻസ് എനിക്ക് സ്കെച്ചൊക്കെ അയച്ചതിട്ടുണ്ട്, ഞാനത് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സിനിമ നടന്നില്ല. അപ്പോൾ സ്കെച്ചൊക്കെ വരച്ച് ചെയ്യുന്ന ഒരു പയ്യനാണ് പ്രിൻസ്. ഞാനല്ലായിരുന്നല്ലേ പ്രിൻസെ വരേണ്ടത്. അപ്പോൾ പ്രിൻസ് പറഞ്ഞല്ല, ഞാൻ വേറൊരു ആക്ടറെ എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ വിളിച്ചാൽ, ചേച്ചി വന്നാൽ ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യേ ഞാൻ പോടും, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ പോവാം. പറഞ്ഞു പോലെ ചേച്ചി ഇനിയിപ്പം ഞാൻ എൻ്റെ തലയിലാവും, വേണ്ടെന്ന്. ഞാൻ അത് അഭിനയിച്ചു. പക്ഷേ എനിക്കറിയാം ഞാൻ ആ ക്യാരക്ടറിന് ഫിറ്റ് അല്ലെന്ന്. അപ്പം പോയത് എൻ്റെ സിനിമ തീർന്നിട്ട് നന്നായില്ല. എന്നുവെച്ചാൽ ഒരു ക്യാരക്ടറിനെയാണ് അവർ കാസ്റ്റ് ചെയ്യുന്നത്. ഡയറക്ടറിന് മനസ്സിലുള്ളവരെ തന്നെ കാസ്റ്റ് ചെയ്യണം. അത് മറ്റെന്തിനേലും പുറത്ത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ നന്നാവത്തില്ല. ഞാൻ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, ഞാൻ ഒപ്പിച്ച് കാണും. പക്ഷേ എൻ്റെ ലുക്കൊന്നും ആ പയ്യൻ്റെ മനസ്സിലുള്ളതല്ല. അവരത് ചുമ്മാ ഓരോന്ന് വിചാരിക്കുന്നത് എനിക്കറിയാം. എനിക്കറിയാൻ അങ്ങനെ പറയും ചിലര്. പ്രാർത്ഥിക്കും. അറിയാൻ എപ്പോഴും പ്രാർത്ഥിക്കും. നാമം ചൊല്ലും. സിനിമയ്ക്ക് വേണ്ടിട്ടോ അതോ ജനറലി? സിനിമയ്ക്ക് വേണ്ടി അല്ല, നാരായണന്ന് നാമം ജപിക്കുമെന്ന്. ഹരേ രാമ രാമ ഹരേ ഹരേ എന്ന് ചെല്ലുന്നത് അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് എൻ്റെ ശീലമാണ്. രാവിലെ എണീറ്റ് രാത്രി വരെ ചൊല്ലും. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഫോളോവർ ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇടയ്ക്ക്. കമ്മ്യൂണിസ്റ്റ് SFIയിലായിരുന്നു. ദേവി പ്രാർത്ഥനയിൽ നിന്നൊന്നും ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. എന്നെ വലിച്ചു വളർത്തിയതാ എന്നെ. എൻ്റെ അച്ഛൻ വളർത്തിയതാ എന്നെ. ഞങ്ങളെ കുട്ടിക്കാലം മുതലേ നാമം ജപിച്ചും പ്രാർത്ഥിച്ചും തന്നെ വളർത്തിയ ഒരു ജീവനാണ്. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരാൾ. ദേവിസ്തുതിയൊക്കെ എഴുതിയിട്ടില്ലേ ഞാൻ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെ ഒരു സംശയം ഇപ്പം നമ്മുടെ ഇടയിൽ ഈ വലിയ ഡിവൈഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്നമൊക്കെ കാണും, എന്നെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരി അല്ലേ എന്ന് പറഞ്ഞ് അമ്പലത്തിൽ കയറ്റിയില്ല, എന്നെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞ് സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, എന്നെ ഇവർ പുറത്താക്കുമോ അതൊക്കെ. ഈ KGF 2 മാളവിക അവിനാഷിനെ ഡബ് ചെയ്തിട്ടുണ്ട്. ആ റോള് അതിലെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ, മീംസിലൊക്കെ ഇപ്പോഴും സ്ഥിരം വരുന്നതാണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ? ഇല്ല ഒന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ഹീറോ ഇപ്പം എന്ത് ചെയ്യുന്നു, ആ ഡയലോഗ്സ് ഒക്കെ?
ഏതാണ്, ഫസ്റ്റോ സെക്കൻഡോ? സെക്കൻഡ് ആണോ? അത് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ദേവിയാ ചെയ്ത്. ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂറ്റി അങ്ങനെയൊന്നും ചോദിച്ചു? അത് രണ്ടാമത്തെ ആള് അതിന്റെ ഡബിങ് നോക്കിയത് വേറൊരു ആളാ. അതുകൊണ്ട് അവര് കൊടുത്ത് കളിയാക്കിയാണോ വരുന്നത്? അല്ലല്ല, കളിയാക്കിയല്ല. അല്ലേ? ആണോ? ഞാൻ അറിഞ്ഞൂടാ. ഈ അല്ലാതെ ഡബ് ചെയ്യുന്നതൊക്കെ കംഫർട്ടബിൾ ആണോ? അല്ലാതെ ഡബ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. വേറെ ആൾക്കാർ, ഞാൻ ജയ് മഹേന്ദ്രയില് സുഹാസിനി മാമിനെ ഡബ് ചെയ്തിട്ടുണ്ട്. സീതാ കല്യാണം എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് രോഹിണി മാമിനെ ഡബ് ചെയ്തിട്ടുണ്ട് മലയാളം. വേറെ ആർക്കൊക്കെയോ ഡബ് ചെയ്തിട്ടുണ്ട്. തമിഴിലൊക്കെ ഓൺ ആയിട്ടാണോ ചെയ്യുന്നത്? തമിഴ് ഞാൻ ഗെയിം ഓവർ ഞാൻ ഡബ് ചെയ്തു, FIR ഞാൻ ഡബ് ചെയ്തു, കണക്ട് ഞാൻ ഡബ് ചെയ്തു, അന്നപൂർണി ഞാൻ ഡബ് ചെയ്തില്ല, വീരധീരശൂരൻ ഞാൻ ഡബ് ചെയ്തില്ല. എൻ്റെ വോയിസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അവർ ഡബ് ചെയ്തത്. കാരണം മധുരൈ സ്ലാങ് അത്രയ്ക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ മോഡുലേഷൻ അത് തന്നെ ചെയ്തേക്കുന്നത്. നിത്യ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് വീരധീരശൂരൻ ഡബ് ചെയ്ത്. കുറേ 5-6 പടം തമിഴ് ഡബ് ചെയ്തു ഞാൻ. ഇനി എന്താ അടുത്ത റോൾസ് എന്താ? ഒരു ബ്യൂട്ടിഫുൾ സിനിമ ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആയില്ല. അത് ബോംബെ ബേസ്ഡ് ഒരു പയ്യനാണ്, മലയാളിയാണ്. പക്ഷെ അവരുടെ സിനിമ നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കോൺവെർസേഷനിലിരിക്കുന്നത് തെലുങ്ക് പടമാണ്. മലയാളം ഒന്നും വേറെ ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരു സിനിമ വന്നു. ഒരു വെബ് സീരീസിന്റെ കാര്യം പറഞ്ഞത് അത് റിലീസായി അല്ലെങ്കിൽ റിലീസ് ആയിട്ടില്ല. അതും പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ബ്യൂട്ടിഫുൾ. റോഷൻ മാത്യു ആണ് അതിനകത്ത് ഹീറോ. ദർശൻ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അതൊരു നോവൽ ബേസ്ഡ് ഒരു ഷോർട്ട് ഫിലിമാണ്, ഒരു വെബ് സീരീസ്. റോഷനാണ് അതിനകത്ത് ഹീറോ. ഇറ്റ്സ് ഓൾസോ വെരി നൈസ് പ്രോജക്റ്റ്. ഈ 2 പ്രൊജക്റ്റാണ് അപ്പോൾ വരാനുള്ളത്. വേറെ ലാംഗ്വേജിൽ എന്തെങ്കിലും വരാൻ? 3 തമിഴ് സിനിമയുണ്ട് വരാനായിട്ട്. ഒന്ന് ആര്യൻ എന്ന് പറഞ്ഞ വിഷ്ണു വിശാലിൻ്റെ കൂടെ തന്നെ വേറൊരു പടം. വേറൊരു പടം പേരിട്ടിട്ടില്ല. ഒരു മലയാളി പയ്യനാണ്, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തതിന് ഗ്രാഫിക്സിലൊക്കെ വർക്ക് ചെയ്ത ഒരു പയ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ, അതും പേരിട്ടിട്ടില്ല. അതൊരു 3 തമിഴ് സിനിമ, ഒരു വെബ് സീരീസ്. തമിഴിലും മലയാളത്തിലും ഒരു സിനിമയാണ് വരാനുള്ളത്.